സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ വിശ്വാസികൾക്കും പ്രത്യേകിച്ചും തിരുനാളിൻ്റെ ആശംസകൾ. 100ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ അഭിമാനകരമായ അഭിവാദ്യങ്ങൾ കൂടി നേരുകയാണ്. ഒരു ഇടവക അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 100 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു നൂറ്റാണ്ട് പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഈ നൂറ്റാണ്ടിനിടയിൽ ഇവിടെ വന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത ഓരോ വൈദിക ശ്രേഷ്ഠന്മാരെയും നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം മനോഹരമായ ഈ ദേവാലയം കൂടുതൽ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇതിലെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങൾ, അവരെല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹവും മതിപ്പും പ്രാർത്ഥനയായി സമർപ്പിക്കട്ടെ. ഏത് മനുഷ്യൻ്റെയും മനസ്സിനകത്തുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളുടെയും അസ്വസ്ഥതകളുടെയും സമർപ്പണ കേന്ദ്രമാണ് ദേവാലയം. നമുക്ക് എത്ര ഭൗതികമായ സൗകര്യങ്ങളും ഭൗതികമായ സമ്പത്തും ഉണ്ടായിട്ട് കാര്യമില്ല. ആത്മീയമായ സുഖമാണൊരു മനുഷ്യൻ്റെ, ആത്മീയമായ സംതൃപ്തിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ആത്മീയ സംതൃപ്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളും സമർപ്പിക്കാനുള്ള ഏക കേന്ദ്രം, ഏക അഭയകേന്ദ്രം എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ ആരാധനാലയം, ഈ ഇടവക 100 വർഷം പിന്നിടുമ്പോൾ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ പരമാനന്ദം വാക്കുകൾക്കൊക്കെ അതീതമാണ്. ഞാനും ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ട് എല്ലാ സ്നേഹവും സമർപ്പണവും പ്രാർത്ഥനയും ഇതിൻ്റെ ഭാഗമായി നേരുകയാണ്. ഇവിടെ തിരുനാളിനോടനുബന്ധിച്ച് ഉള്ള ആഘോഷങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിട്ടുള്ള നിരവധി പേര് ഇവിടെയുണ്ട്. കേസൻ ചാക്കോ ഉൾപ്പെടെ നിരവധി പേര് എൻ്റെ വ്യക്തിപരമായുള്ള സാമൂഹികമായുള്ള ഒരുപാട് ആത്മസുഹൃത്തുക്കളാണ്. അവരുടെ ക്ഷണം കൂടി സ്വീകരിച്ചിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് അച്ഛനെ ഇവിടെ വെച്ച് കാണാനും അച്ഛനെ പരിചയപ്പെടാനും ഇടയായി. പിന്നെ അച്ഛനാണെങ്കിൽ ഫാദർ ജോർജ് ചെറുവത്തൂർ അച്ഛൻ ഒരു സ്കോളറാണ്. ജോർജ് ചെറുവത്തൂർ അച്ഛനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടപ്പോഴുണ്ടായ ഒരു സന്തോഷം. അദ്ദേഹം CA പാസ്സായാണ്. CA പാസ്സാവുന്നത് എളുപ്പമല്ല. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൂടി കിട്ടി. ഇതാണെങ്കിൽ നമ്മുടെ തട്ടിൽ പിതാവ് ദിവ്യകർമ്മങ്ങൾ ചെയ്ത ഒരു ആരാധനാലയം കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കരമായ ഒരു അഭിമാനം തോന്നുകയാണ്. ഞാനും എൻ്റെ ശിരസ്സു കുനിച്ച് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ എല്ലാ നന്മകളും സമർപ്പിക്കുന്നു.